നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 5ാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. കഴിഞ്ഞ 4 ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ് ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ, എർത്ത്സ് മാഗ്നറ്റിസം, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പഠിക്കുകയും കൂടി ചെയ്യാം. ഗോസസ് ലോ എന്താണെന്ന് നോക്കാം. The net magnetic flux through any closed surface is equal to 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓക്കെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് ഫ്ലക്സ് 0 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഗോസസ് ലോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൽ ഇ ഡോട്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ 0. അവിടെയും ഫ്ലക്സ് ആണ്, ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ് സർഫസ് ഈക്വൽ ടു ക്യൂ, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. അപ്പോൾ ഗോസസ് ലോയിൽ മാഗ്നറ്റിസത്തിലാണെങ്കിൽ യു ഹാവ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ് സർഫസ് ഈക്വൽ ടു 0. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇറ്റ് ഈസ് ക്യൂ ബൈ എപ്സിലൺ 0. ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കൺക്ലൂഷൻസ് നമുക്ക് കിട്ടും. അതായത് if you consider Gauss's law in magnetism, you can get some important conclusions. അതിൽ ഒന്നാമത്തേത്, the number of field lines entering the surface is equal to the number of field lines leaving the surface. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ what does it mean? ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് ദാറ്റ് സർഫസ്, സർഫസിലേക്ക് വരുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണവും സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണവും ഈക്വൽ ആണ്. ഗോസസ് ലോയുടെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണിത്. ഐസൊലേറ്റഡ് മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഗോസസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺക്ലൂഷൻ ഇതാണ്. അതായത് മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് നോർത്ത് പോൾ മാത്രമായോ അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമായോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇലക്ട്രിക് മോണോപോൾ എക്സിസ്റ്റ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഐസൊലേറ്റഡ് ചാർജ്, ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് പോസിബിളാണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം മാഗ്നറ്റിസത്തിൽ ഒരു പോള് മാത്രമായിട്ട്, അതായത് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിൻ്റ്, എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. സോ മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺക്ലൂഷൻ. അപ്പോൾ മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്? അത് പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് പോൾസ് എക്സിസ്റ്റ് ഇൻ പെയേഴ്സ്. എങ്ങനെയുള്ള പെയേഴ്സ്? ആസ് അൺലൈക്ക് പെയേഴ്സ്. അതായത് നോർത്ത് പോളും സൗത്ത് പോളും അങ്ങനെയാണ് പെയറായിട്ട് വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പോൾസ് exist as unlike pairs. They do not exist as a single pole. Okay. Next topic is Earth's magnetism. നമുക്കറിയാം Earth has a magnetic field. What is the reason or what is the cause of Earth's magnetism? It is the flow of currents produced by convective motion of metallic fluids near the outer core of the Earth. Earthൻ്റെ ഔട്ടർ കോറിലുള്ള മോൾട്ടൺ മെറ്റീരിയലിൻ്റെ കൺവെക്റ്റീവ് മോഷൻ കാരണമുള്ള കറൻറ്റ്, ആ കറൻറ്റാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തിയറി. ആൻഡ് ദിസ് ഇഫക്റ്റ് ഇസ് നോൺ ആസ് ഡൈനാമോ ഇഫക്റ്റ്. അപ്പോൾ ഡൈനാമോ ഇഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണം. ആൻഡ് വാട്ട് ഈസ് ദ കോസ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇറ്റ് ഈസ് ഡൈനാമോ ഇഫക്റ്റ്. ആൻഡ് ദ മോൾട്ടൺ മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് മോൾട്ടൺ അയൺ ആൻഡ് നിക്കൽ. അതുകൂടി ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിസം ആണ്. ദർ ആർ 3 elements which give complete idea about Earth's magnetic field.
എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ തരുന്ന ക്വാണ്ടിറ്റീസ് ആണ് എലമെൻറ്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിസം. ഫസ്റ്റ് വൺ, ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് ഷോൺ ബൈ എ കോമ്പസ് നീഡിൽ. അതായത് ഒരു കോമ്പസ് നീഡിൽ കാണിക്കുന്ന നോർത്ത് സൗത്ത്, ഓക്കെ, അതും എർത്തിൻ്റെ ട്രൂ ജിയോഗ്രഫിക് നോർത്തും. കോമ്പസ് നീഡിൽ കാണിക്കുന്നത് മാഗ്നറ്റിക് നോർത്താണ്, അതാണ് നമ്മൾ ജിയോഗ്രഫിക് നോർത്തായിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷേ ദർ ഇസ് എ സ്മോൾ ആംഗിൾ ബിറ്റ്വീൻ ദി ആക്ച്വൽ ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് ദ നോർത്ത് ഷോൺ ബൈ കോമ്പസ് നീഡിൽ. കോമ്പസ് നീഡിൽ പോയിൻ്റ് ചെയ്യുന്ന നോർത്തും എർത്തിൻ്റെ ആക്ച്വൽ ജിയോഗ്രഫിക് നോർത്തും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. ഫിഗറും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് മാഗ്നറ്റിക് എലമെൻറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. It is the angle that the total magnetic field of the earth makes with the surface of earth. അതായത് എർത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻറ്റ്സ്, ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും സർഫസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി ആൻഡ് ബി എച്ച്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ബി എച്ച് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഇതിൽ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, ഇറ്റ് ഈസ് ഡിഫറെൻ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ഓരോ സ്ഥലത്തും ഡിപ്പിൻ്റെ ആംഗിൾ വ്യത്യസ്തമായിരിക്കും. സെക്കൻഡ് പോയിൻറ്റ്, അറ്റ് ദ പോൾസ് ഡിപ്പ് ആംഗിൾ ഇസ് 90 degree. തേർഡ് പോയിൻറ്റ്, അറ്റ് ദ ഇക്വേറ്റർ ഡിപ്പ് ആംഗിൾ ഇസ് 0. Then at all other places between 0 degree and 90 degree. അപ്പോൾ ഡിപ്പ് ആംഗിളിൻ്റെ വാല്യൂ ഓരോ പ്ലേസിലും വ്യത്യസ്തമായിരിക്കും. പോൾസിൽ 90 degree, ഇക്വേറ്ററിൽ 0 degree ആൻഡ് അറ്റ് ഓൾ അതർ പ്ലേസസ് ബിറ്റ്വീൻ 0 and 90 degree. Now the third one is horizontal component of Earth's magnetic field. അത് അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് നമുക്കറിയാം. ടോട്ടൽ ഫീൽഡിന് 2 കമ്പോണൻറ്റ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. അതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മൂന്നാമത്തെ മാഗ്നറ്റിക് എലമെൻറ്റ് ഓഫ് എർത്ത്. നെക്സ്റ്റ് വിൽ കൺസിഡർ ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. ഇപ്പോൾ 3 മാഗ്നറ്റിക് എലമെൻറ്റ്സ് നമ്മൾ പരിചയപ്പെട്ടു, അത് തമ്മിലുള്ള റിലേഷൻ നോക്കാം നമുക്ക്. ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ദർ യു ഹാവ് ദി ടോട്ടൽ ഫീൽഡ് ബി, ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ബി എച്ച്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ബി വി, ആംഗിൾ ഓഫ് ഡിപ്പ് തീറ്റ, ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ ഫൈ. ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബി എച്ച് ഇസ് ഗിവൺ ബൈ ബി കോസ് തീറ്റ, ദെൻ ബി വി ഇസ് ഗിവൺ ബൈ ബി സൈൻ തീറ്റ. ഇതുപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഫീൽഡ്. ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. ഈ ഒരു റിലേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാനുള്ളത്. സോ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. അതോടൊപ്പം തന്നെ യു ക്യാൻ യൂസ് ദ റിലേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ. ദറ്റ് ഈസ് ബി വി ബൈ ബി എച്ച് ഈക്വൽ ടു b sin theta by b cos theta equal to tan theta, or tan theta equal to bv by bh. ആ ഒരു വാല്യൂ, തീറ്റയുടെ വാല്യൂ നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്പ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണിത്. തീറ്റ ടാൻ ഇൻവേഴ്സ് ബി വി ബൈ ബി എച്ച്, അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു ബി വി ബൈ ബി എച്ച്. അപ്പോൾ അവിടെ യു ഹാവ് തീറ്റ ദ ആംഗിൾ ഓഫ് ഡിപ്പ്, then BV the vertical component of Earth's field, and BH the horizontal component of Earth's field. ഈ 2-3 ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വിൽ കൺസിഡർ മാഗ്നറ്റൈസേഷൻ. ക്യാപിറ്റൽ M, ഇറ്റ് ഈസ് നെറ്റ് മാഗ്നറ്റിക് മോമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റിക് മോമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. സോ ക്യാപിറ്റൽ M ഈക്വൽ ടു സ്മോൾ m ഡിവൈഡഡ് ബൈ V വോളിയം, ദെൻ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ. Now we'll derive the relation between magnetization M and magnetic intensity H. ഇവിടെ B equal to B0 plus BM. B is the total magnetic field. B0 is the magnetic field produced by the solenoid. BM is the magnetic field produced by the core inside the solenoid. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി സം ആയിരിക്കും B0 plus BM.
ആ ബി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു എം. മാഗ്നറ്റൈസേഷൻ അനുസരിച്ചിട്ടാണ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ബി എം ഈക്വൽ ടു μ0 എം ആൻഡ് ബി0 ഈക്വൽ ടു μ0 എച്ച്. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ്. എച്ച് ഈക്വൽ ടു എൻ ഐ. ഓക്കെ, സോ ബി ഈക്വൽ ടു μ0 എൻ ഐ എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. നമുക്കറിയാം സോളിനോയിഡിൻ്റെ ഫീൽഡ് ബി ഈക്വൽ ടു μ0 എൻ ഐ ആണ്. എൻ ഐക്ക് പകരം എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ബി0 ഈക്വൽ ടു μ0 എച്ച് എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ബി ഈക്വൽ ടു μ0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് കിട്ടും. where H is the magnetic intensity, capital M is the magnetization. But magnetization M proportional to H. Magnetization magnetic intensity അനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ M proportional to H or M equal to chi H, where chi is called the susceptibility of the material. Constant ആണ് for a given material. It is the susceptibility. So chi equal to നമുക്ക് എഴുതാം M by H. It is the ratio of magnetization to magnetic intensity and it is unitless. അതും കൂടി ഓർത്തിരിക്കുക. So the equation for B, it becomes B equal to μ0 into 1 plus chi H. Steps note ചെയ്യുക. Or B equal to μ0 mu r H. 1 plus chi എന്നുള്ളതാണ് mu r എന്ന് എഴുതിയത്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് എഴുതിയത്. 1 plus chi equal to mu r. ആ റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.